അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി മീനം സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ബഹുമാനപ്പെട്ട അനി കുര്യാക്കോസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ അച്ഛൻ, മീനട പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട മൂനിച്ചൻ കിഴക്കേടം, 8ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ലാലി ആൻറ്റി, അന്നദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോയിച്ചായൻ, പ്രിയപ്പെട്ട കിരിച്ചേട്ടൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോയിച്ചായൻ, സാജൻ, ഷായിച്ചായൻ, അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എന്നെ സംബന്ധിച്ച് ഇത് 3ാം തവണയാണ് ഇവിടെ ഈ അന്നദാന മീറ്റിങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. മീനടം സെൻറ് ജോർജ് ദേവാലയത്തിൻ്റെ വികാരിയായി വന്ന ആ വർഷം 2023 മാർച്ച് മാസം തൊട്ടാണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങിയത്. ഒരു ദേശം അതിൻ്റെ ദുരിത സമയത്ത് അനുഭവിച്ച ഒരു നന്മയെ പറ്റിയുള്ള ചരിത്രം, അതാണല്ലോ നമ്മൾ ഇന്ന് ഈ 82ാമത്തെ വർഷവും ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അന്ന് അനുഭവിച്ച നന്മ, അതൊരു ആഘോഷമായിട്ടല്ല, ആചരണമായിട്ടാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത്. ആചരണം എന്ന് പറയുമ്പോൾ അതിനൊരു അല്പം വിശുദ്ധിയുടെ പരിവേഷം കൂടിയുണ്ട്. ആഘോഷത്തെക്കാൾ അത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പൂർവികർ അനുഭവിച്ച ഒരു നന്മയുടെ നല്ല അനുസ്മരണം. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. ചരിത്രത്തിൻ്റെ ഒരു പുനരാവർത്തനവും ഓർമ്മപ്പെടുത്തലും ഒക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദേവാലയത്തിലെ വിശുദ്ധ കുർബാന അടക്കം ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും, അത് ഓണം, ക്രിസ്മസ്, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം ആചരണങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ അതെല്ലാം ഒരു വിശുദ്ധിയുടെ പരിവേഷത്തോടെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച നന്മയുടെ ഒരു പുനരാവിഷ്കരണമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അതത്ര നല്ലതല്ല. നമ്മുടെയൊക്കെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾക്ക് പിന്നിൽ നമുക്ക് നമ്മുടെ പൂർവികർ അനുഭവിച്ച യാതനകളെയും, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി നന്മ ഒരുക്കി വെക്കുവാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളെയും അവരനുഭവിച്ച നന്മകളെയും ഒക്കെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് തന്നെ ആവണം നമ്മുടെയൊക്കെ ജീവിതം മുൻപോട്ട് പോകേണ്ടത്. യഥാർത്ഥത്തിൽ ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെ പറ്റി നമ്മളൊക്കെ ഒരുപാട് വേവലാതിപ്പെടുന്നവരാണ്. പക്ഷെ ലഭിച്ച അനുഗ്രഹങ്ങൾ അത് എത്രമാത്രം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ സാധിക്കും, ദൈവമുമ്പാകെ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ഓർത്തെടുക്കേണ്ടുന്ന വസ്തുത. പ്രത്യേകിച്ച് ഈ അന്നദാനം 82ാമത്തെ വർഷവും ഇവിടെ ആചരിക്കപ്പെടുമ്പോൾ അത് കേവലം ഇല്ലായ്മക്കാർക്ക് നൽകുന്ന ഒരു ഭക്ഷണമായിട്ടല്ല ഇന്ന് അത് നിൽക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അന്ന് അനുഭവിച്ച ദുരിതത്തിൽ അതിനപ്പുറം ഒരു ദൈവിക കൃപ ജീവിതത്തിൽ ലഭിച്ചതിനെ അനുസ്മരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ 60ാം ഓർമ്മ പെരുന്നാൾ അതിനിന്ന് കാൽനാട്ടൽ കർമ്മം, പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം ഇന്ന് നിർവഹിച്ചു. കൊടിയുയരാൻ പോകുന്നതേ ഉള്ളൂ. ഓരോ വർഷവും ആ പരിശുദ്ധൻ്റെ ഓർമ്മയെ ആചരിക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധനിൽ നിന്ന് ഈ ദേശം നേടിയ, അല്ലെങ്കിൽ ഈ ദേശത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഒരു അനുസ്മരണം അത് നിർവഹിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ആ പരിശുദ്ധൻ്റെ ഓർമ്മയിൽ പെരുന്നാളിലൊക്കെ സംബന്ധിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ജാതി മത ഭേദമന്യേ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ചടങ്ങിൽ, ആചരണത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവകൃപ ഒരു വിശുദ്ധനിലൂടെ ഈ ദേശത്തിന് ലഭിച്ചു എന്നതിൻ്റെ ഒരു വലിയ അടയാളം തന്നെയാണ്. അത് അന്ന് പൂർവികർക്ക് മാത്രമല്ല, ഇന്നും ആയിരം കണക്കിന് ആളുകളാണ് ആ വിശുദ്ധന്റെ കബറിടത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ ഒരു അത്താണിയായി പലപ്പോഴും നിൽക്കുന്നത് ആ കബറിടം തന്നെയാണ്. ദൈവത്തിന് മുമ്പാകെ ഒരു നല്ല മധ്യസ്ഥനായി ഈ ദേശത്തിന്റെ അനുഗ്രഹമായി ആ പിതാവ് നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെ ഈ ദേശത്തിന് വലിയ അനുഗ്രഹം തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, 2023 മാർച്ചിൽ ഇവിടെ വന്നതിന് ശേഷമാണ് പരിശുദ്ധന്റെ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു പാട്ട് റിലീസ് ചെയ്യുവാൻ ഇറക്കുവാൻ തക്കവണ്ണം ഒരു അവസരം കിട്ടി. അന്ന് ഈ പാട്ട് എഴുതാൻ തക്കവണ്ണം ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഈ സംഭവമാണ്. മീനടം ദേശത്തിന് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിന്റെ ആ ചിത്രം.
അതാണ് ആദ്യമേ തന്നെ രേഖപ്പെടുത്തി വെച്ചത്, കവിതയായിട്ട് രചിച്ചത്. അഗ്നിസമം വേനൽ ചൂടിൽ ദേശം വെന്തുരുകിയിടുമ്പോൾ ദുരിതമകറ്റാൻ അർത്ഥനയാൽ ആടുകൾ ഇടയൻ അരികെത്തി. അർത്ഥന കേട്ട് സിംഹാസൻ ഉപവാസം പ്രഖ്യാപിച്ചു. ഒരു മനമോടെ ആ ദേശം നിനുവ പോൽ യാചന ചെയ്തു. നിനുവാപുരിതൻ അർത്ഥനയാൽ കരുണയെ വർഷിച്ചതുപോലെ പെരുമഴയാലെ ദൈവം ദേശത്തിന് അനുഗ്രഹമേകി എന്നുള്ള ചില വരികൾ, അത് ഈ നമ്മളിന്ന് അനുസ്മരിക്കുന്ന ഈ സംഭവത്തിന്റെ അതേ പകർപ്പ്. അതാണ് ആദ്യം കുറിച്ചു വെക്കുവാൻ തക്കവണ്ണം മനസ്സിൽ തോന്നിയത്. അത്രമാത്രം ഈ ദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ അന്നദാനം. അല്ലെങ്കിൽ അന്ന് നടന്ന 42 ആണ് അന്നദാനം, ആ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും ഈ ആചരണം നിർവഹിക്കുമ്പോൾ അത് കുറെ കൂടി നമ്മുടെയൊക്കെ ഹൃദയത്തോട്, വരും തലമുറകളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആചരണം നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ച ഈ വർഷവും അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ നൽകിയ അവസരത്തിന് ഇതിന്റെ ചുമതലക്കാരോട് ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായിട്ട് റവറൻ ഫാദർ തോമസ് എപ്പിസ്കോപ്പ കുറീന്നൂർ അവറുകളെ ക്ഷണിച്ചുകൊള്ളും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യായ നനി കുറിയാക്കോസ് അച്ഛൻ, മീനടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ മോനിച്ചൻ കിഴക്കേടം, രക്ഷാധികാരി ഐ.പി. എബ്രഹാം, മാത്യു വി തോമസ് കുളിരൂപ്പറമ്പിൽ, രവീന്ദ്രൻ നായർ, ഗിരീന്ദ്രൻ നായർ കല്ലാട്ട്, സാജൻ സജി മംഗലത്ത്, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, 1942 വലിയൊരു ദൈവകൃപ ലഭിച്ചതിൻ്റെ സ്മരണ എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഈ കഞ്ഞി വീഴ്ത്തൽ പരിപാടിയെ വിശേഷിപ്പിക്കാം. ദേശത്ത് മഴ കിട്ടാതെ ഏറെ നാൾ കുടിവെള്ളത്തിനും കൃഷി ഉപയോഗത്തിനുമൊക്കെ വെള്ളമില്ലാതിരുന്ന സമയത്ത് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അടുത്ത് ചെന്നപ്പോൾ ഈ പ്രദേശത്തെ ചില ആളുകൾ ഈ കാര്യം തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ തന്നെ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചത്, നിങ്ങളൊരു കഞ്ഞി വീഴ്ത്തൽ പരിപാടി നടത്തുക, അപ്പോൾ ദൈവം മഴ പെയ്ച്ചു തരുമെന്ന് പറയുകയും അങ്ങനെ അവർ ഈ പ്രദേശത്തുള്ള പലരെയും വിളിച്ചുകൂട്ടി അവരുമായിട്ട് ആലോചിച്ച് തിരുമേനി കൽപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥലത്ത് വെച്ചല്ല, ഇതിൻ്റെ നേരെ അക്കരെ മുണ്ടപ്ലാക്കിൽ പഠിക്കലായിരുന്നു സംഭവം ആരംഭിച്ചു. അവിടെ വെച്ച് റോഡ് സൈഡിൽ ഇന്നത്തെ പോലെ അധികം വണ്ടിയൊന്നും ഓടുന്ന കാലമല്ല. അവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ആളുകളെ ഇരുത്തി കഞ്ഞി കൊടുക്കുകയാണ്. കുഴിച്ച് ആ കുഴിയിൽ ഇല വെച്ച് ആ ഇലയിലാണ് കഞ്ഞി വിളമ്പുന്നത്. കഞ്ഞി കുഴി പോകാതിരിക്കാനാണ് ഈ കുഴി. അവിടെ ഇരുന്നാണ് ആളുകൾ ആ കഞ്ഞി സദ്യയിൽ പങ്കെടുത്തത്. അന്ന് കഞ്ഞി കുടിച്ച് തീർന്നതും മഴ പെയ്തതും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയായിരുന്നു എന്നാണ് അറിയുന്നത്. അത് കണ്ടപ്പോൾ അന്ന് ഇതിന് നേതൃത്വം വഹിച്ച പിതാക്കന്മാർക്ക് ആ ദൈവ സ്നേഹത്തെ മറക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും അന്ന് ആ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തു.
ഈ ദൈവാനുഗ്രഹത്തെ നമ്മൾ എല്ലാ വർഷവും ഓർമ്മിക്കണം. എല്ലാ മാർച്ച് 25-നും ഈ കഞ്ഞി സദ്യ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കണമെന്ന് തീരുമാനമെടുക്കുകയും അന്ന് മുതൽ എല്ലാ വർഷവും ഈ മാർച്ച് 25-ന് കഞ്ഞി നടത്തുകയും ചെയ്തു. ഏതോ കാരണങ്ങളാൽ ഒരുപക്ഷെ കോവിഡോ വല്ലതും ആയിരിക്കണം 2 വർഷം കഞ്ഞി നടന്നില്ല. ആ 2 വർഷം കൂട്ടി കണക്കാക്കുകയാണെങ്കിൽ ഈ വർഷം 84ാമത്തെ കഞ്ഞിയായിരുന്നേ. എന്നാൽ 82 ആയത് അങ്ങനെ ഇടയ്ക്ക് ഒരു മുടക്കം വന്നതുകൊണ്ടാണ്. 1942 ആണ് ഈ പറഞ്ഞ അത്ഭുത സംഭവം ഇവിടെ ഉണ്ടായത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ഈ കഞ്ഞി വീട്ട്. ഈ ദേശത്തിന് ദൈവം അനുഗ്രഹം തന്ന ഒരു വർഷമാണ്. അന്ന് ഇവിടെ ഈ പള്ളിയൊന്നും സ്ഥാപിതമായിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത സമയത്താണ് ഈ ആരംഭം കുറിച്ചത്. അതിനുശേഷം പള്ളിക്ക് സ്ഥലമന്വേഷിച്ച് വന്നപ്പോൾ കഞ്ഞി ഇവിടെ ആയതുകൊണ്ടൊന്നുമല്ല, സൗകര്യമായിട്ട് കിട്ടിയ സ്ഥലത്ത് പള്ളി വെച്ചു. ഓവും ഒച്ചയും ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ആ കഞ്ഞി വീഴ്ത്തൽ നടത്തിയ ആ പ്രദേശം ചുറ്റുപാടിലാണ് ഈ പള്ളിയും പണിയുവാനിടയായത്. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം എന്ന് നാം കരുതണം. അത് ഇനിയും നിലനിൽക്കുവാനും ഈ പ്രദേശത്ത് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ നിർവഹിക്കുവാനും അതിൻ്റെ ഒക്കെയും കൃപയും അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ അടുത്ത തലമുറകൾക്കും ലഭിക്കുവാനും ഇടയാണ്. ഈ കഞ്ഞി ആരംഭിച്ചതായ സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നവർ ഈ കൂട്ടത്തിൽ അധികമില്ല. ഞാൻ ജനിച്ചിട്ടേ ഇല്ല. 42-ലാണ് തുടങ്ങിയതെങ്കിൽ 5 വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമേ അന്ന് ഈ ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഇനിയും നമ്മുടെ അടുത്ത തലമുറകൾ ഈ അനുഗ്രഹത്തെപ്പറ്റി മനസ്സിലാക്കുവാനും ഈ പ്രസ്ഥാനത്തെ കാലോചിതമായി പരിഷ്കരിക്കുവാനും കൂടെ സന്നദ്ധരാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് മറ്റ് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടി നടത്തി എല്ലാ വർഷവും കഞ്ഞി വീഴ്ത്തലും ഈ അനുസ്മരണവും ഒക്കെ നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കൂടുതൽ പ്രസംഗിച്ചാൽ പലരും ചിലപ്പം വീഴും. ഇൻസുലിനൊക്കെ എടുക്കുന്നവരുണ്ടല്ലോ, ഞാനും അങ്ങനെ തന്നെ. അതുകൊണ്ട് അവരെയൊക്കെ പ്രതി വാക്കുകൾ ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. മുഖ്യ അതിഥിയായി വന്ന് ആശംസ അറിയിക്കുവാൻ വേണ്ടി അറിയിച്ചിരുന്നത് നമ്മുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവറുകളാണ്. അദ്ദേഹം ഈ സമയത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പരിശുദ്ധ പാമ്പാടി തിരുമേനി തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് തുടങ്ങി വെച്ച അന്നദാനം നമുക്കറിയാം. വലിയ വരൾച്ചയുടെയും വലിയ ബുദ്ധിമുട്ടിൻ്റെയും സാഹചര്യത്തിൽ മാർച്ച് 25-ന് തുടങ്ങിയ അന്നദാനം 81 വർഷക്കാലം മുടങ്ങാതെ നമ്മുടെ നാട്ടിൽ അനുഗ്രഹം പകർന്നുകൊണ്ട് ഇന്നും നടക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്ക് നേരുകയാണ്. ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അസംബ്ലി നടക്കുന്നത് മൂലമാണ് എനിക്ക് എത്താൻ സാധിക്കാത്തത്. എല്ലാ പ്രാർത്ഥനയും ആശംസയും നേരുന്നു. നമ്മുടെ നാട് എന്നും ഇതേപോലെ ഐശ്വര്യപൂർണ്ണമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. ദൈവമാതാവിൻ്റെ വചനിപ്പിൻ്റെ പെരുന്നാൾ കൂടി ചേർത്ത് വെക്കുന്ന ഈ അന്നദാനത്തിന് വലിയധികം അനുഗ്രഹം നൽകാൻ സാധിക്കും. എല്ലാ ആശംസകളും. ആശംസാ പ്രസംഗങ്ങൾക്കായി ഓണിച്ചൻ കിഴക്കേടം മീടം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനായ അലിയച്ചൻ,
എൻ്റെ ഗുരുനാഥനും എന്നെ ഏറെ സ്നേഹിക്കുകയും ഞാൻ ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗിരിച്ചേട്ടൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വാർഡിലെ ജനപ്രതിനിധി ലാലി വർഗീസ്, പ്രിയപ്പെട്ട സാജൻ കുരേന്നൂര്, പ്രിയപ്പെട്ട അരിസാറ്, പ്രിയപ്പെട്ട ഷായ്ച്ചായൻ, മറ്റ് ഏറ്റവും ബഹുമാനായ കമ്മിറ്റി അംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച പോലെ അധിക പ്രസംഗമായിട്ട് ഒന്നും തന്നെ പറയുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. കാരണം 2 മണിയാകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 84 വർഷക്കാലങ്ങൾ മുൻപ് നമ്മുടെ നാട് കൊടും വരൾച്ചയിലൂടെ മനുഷ്യനടക്കം എല്ലാ ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി നട്ടോട്ടമോടിയിരുന്ന ഒരു കാലഘട്ടം. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ടെന്ന് തന്നെ വരുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ ആ ദുരിതത്തിൽ നിന്നും കരകയറ്റുവാനായി ഏറ്റവും അടുത്തുള്ള ഒരു ആശ്രയം ആയി കണ്ടത്, ഈ പ്രദേശത്തുള്ളവർ കണ്ടിരുന്നത് പുത്തമ്പറം ദേറായും, ദേറായിൽ താമസിച്ച് പ്രാർത്ഥിച്ചു വന്നിരുന്ന അഭിവന്ദ്യനായ പുത്തമ്പറം തിരുമേനിയും. തിരുമേനിയോട് എന്ന് തങ്ങളുടെ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തമ്പുരാനുമായി നേരിട്ട് പറഞ്ഞു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. തന്നെ സമീപിച്ച മക്കളുടെ ആവശ്യം തമ്പുരാനോട് നേരിട്ട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പിറ്റേ ദിവസം, അതായത് നേരത്തോട് നേരമാകുന്നതിന് മുൻപ് തന്നെ മഴ പെയ്ത് വരൾച്ചയിൽ വരണ്ട് കിടന്നിരുന്ന പ്രദേശമാകെ കുളിർമയേകുവാനായിട്ട് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും വലിയവനായ ദൈവം തമ്പുരാൻ ഈ ദേശത്തോട് ചെയ്ത, തിരുമേനിയുടെ ആവശ്യപ്രകാരം ഈ ദേശത്തോട് ചെയ്ത ആ മഹാവലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഈ വാർഷിക പരിപാടിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. എങ്കിലും അന്ന് വരാത്ത വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഞാൻ പറയട്ടെ, എൻ്റെ ചെവികൾക്ക് കേൾവി ലഭിച്ചത് പുത്തമ്പറം കബറങ്കൽ നിന്നുമാണ്. അതിൽ വിധേയപ്പെട്ടുകൊണ്ടാണ് നാളെ ഇതുവരെയും ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ പരിശുദ്ധ കബറങ്ങളിൽ ഞാൻ ചെല്ലും. എൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, നാടിൻ്റെ കാര്യങ്ങൾ കൂടി പറയും. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കബറങ്ങളിൽ നിന്നും എനിക്ക് ലഭിക്കുന്നതായ ആ വലിയ അനുഗ്രഹം, ഇന്നിപ്പോൾ 84 വർഷക്കാലങ്ങൾ മുൻപ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നാം ഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചത് നമുക്ക് മഴ ലഭിച്ചുവെങ്കിൽ, കുടിവെള്ളം ലഭിച്ചുവെങ്കിൽ, ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ പ്രദേശത്ത് കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നാളിതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞു വന്നത്, നമുക്കറിയാം ഇന്നിപ്പോൾ പഞ്ചായത്ത് ജലനിധി പദ്ധതിയൊക്കെ നടപ്പിലാക്കി വെള്ളം തന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ ഇന്ന് കണക്ഷനില്ലാത്തവർക്ക് നാളെ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ കുടിവെള്ളം വീടുകളിൽ എത്തിക്കത്തക്ക രീതിയിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ മറ്റൊരു രീതിയിലല്ല പറയുന്നത്, ഇതിൻ്റെയൊക്കെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 84 വർഷക്കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ ദേശത്തിന് ലഭിച്ച ആ വലിയ അനുഗ്രഹമാണ്, അതിൻ്റെ മഹത്വമാണ്. തീർച്ചയായും ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ പരിപാടിക്ക് എല്ലാവിധ വിജയഭാവങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കിടക്കാതെ തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.